അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും എന്ന് പറയാറുണ്ടല്ലോ. അത് ഏത് സമയമാണ്? വെള്ളിയാഴ്ചയിലെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ട്. ഹറാമല്ലാത്ത എന്ത് കാര്യം ചോദിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ഏതാണ് ആ സമയം എന്ന് പല ആളുകളും അന്വേഷിക്കുന്ന ഒരു വിഷയമാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഹദീസുകൾ ഇപ്രകാരം കാണാൻ കഴിയും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ജുമുഅ ഫഖാല, വെള്ളിയാഴ്ച ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫീഹി സഅത്തുൻ, വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്. ആ സമയത്ത് ഒരു മുസ്ലിമായ മുഅ്മിനായ മനുഷ്യന്റെ പ്രാർത്ഥന ആ സമയത്ത് നടന്നാൽ, യസ്അലുല്ലാഹ തആല ഷൈഅൻ ഇല്ലാ അതാഹു ഇയ്യാഹു, അല്ലാഹുവിനോട് ചോദിക്കുന്നത് അല്ലാഹു അവന് നൽകും എന്ന് പറയുകയുണ്ടായി. വറാദ ബിയദിഹി യുഖല്ലിലുഹ, കൈകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു ആ സമയത്തിന്റെ ദൈർഘ്യം വളരെ കുറവുമായിരിക്കും. അപ്പോൾ ഏതാണ് ആ സമയം എന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർ രണ്ട് പ്രബലമായ അഭിപ്രായങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഒന്ന്, ഇമാം വെള്ളിയാഴ്ച ഖുത്ബക്ക് വേണ്ടി മിമ്പറിലേക്ക് കയറുന്ന സമയം, അഥവാ ഖുത്ബയുടെ സമയം. ഇമാം മിമ്പറിലേക്ക് കയറി ഇരിക്കുന്നത് മുതൽ നമസ്കാരം അവസാനിക്കുന്നത് വരെയുള്ള സമയം എന്നാണ് ഒന്നാമത്തെ അഭിപ്രായം. ഇമാം മിമ്പറിലേക്ക് കയറുന്നത് മുതൽ നമസ്കാരം അവസാനിക്കുന്നത് വരെയുള്ള സമയം. അപ്പോൾ ജുമാ ഖുത്ബക്കിടയിലുള്ള ദുആകൾക്ക്, ആ സമയത്തുള്ള പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടും എന്നാണ്. ഇമാം മിമ്പറിലേക്ക് കയറുന്നത് മുതൽ നമസ്കാരം അവസാനിക്കുന്നത് വരെയുള്ള സമയം. രണ്ടാമത്തത്, വെള്ളിയാഴ്ച ദിവസം അസർ നമസ്കാര ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയം. അപ്പൊ അസർ നമസ്കാര ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയത്തുള്ള ദുആഇന് അല്ലാഹു ഉത്തരം നൽകുമെന്ന് പറയുന്ന വിശദീകരണവും ഇതുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയും. ഈ അഭിപ്രായത്തിനാണ് പണ്ഡിതന്മാർ മുൻതൂക്കം നൽകുന്നത്. അതാണ് ഈ വിഷയത്തിലുള്ളത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.